ഹായ്. അങ്ങനെ ഞങ്ങളെ വീട്ടിലുള്ള ചെറുതിനെ വലുതിനെ എല്ലാം വാരിയിട്ട് നമ്മൾ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. കവടിയാറുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഓണത്തിൻ്റെ പരിപാടി സ്റ്റാർട്ടാവും, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. മക്കൾ പറ ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയടി. ഹാപ്പി ഓണം പറ. അയ്യോ ഹായ് ഹായ് പറ. അപ്പോൾ ഞങ്ങൾ കവടിയാർ സിഗ്നലിൽ നിന്ന് വെള്ളയമ്പലത്തോട്ട് നടക്കുകയാണ്. ശരിക്കും 4 മണിക്ക് വെള്ളയമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങി കിഴക്കേക്കോട്ട അവസാനിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 4 മണിയെന്ന് പറയുമെങ്കിലും എല്ലാം തുടങ്ങി വരുമ്പോൾ ഒരു 5 മണി ആവുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്രാവശ്യം കറക്റ്റ് 4 മണിക്ക് തന്നെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് വെള്ളയമ്പലത്ത് എത്തുന്നതിന് മുന്നേ ഈ വരുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആൾറെഡി 4 മണിക്ക് തന്നെ ഘോഷയാത്ര തുടങ്ങി, ഏകദേശം മ്യൂസിയം പാളയം ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ടൈം വേസ്റ്റാക്കാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ ഓടിപ്പോയി വണ്ടി എടുത്തു. വണ്ടി ഞങ്ങളെ കുഞ്ഞുമ്മക്കൂടെ വീടുണ്ട് കവടിയാർ ഭാഗത്ത്. അങ്ങനെ അവിടെ വണ്ടി ഒതുക്കിയിട്ടായിരുന്നു. ശരിക്കും അവിടെ വരെ എത്താൻ തന്നെ ഒരുപാട് ബ്ലോക്കായിരുന്നു ഈവനിങ് സമയം. അങ്ങനെ പെട്ടെന്ന് പോയി വണ്ടി എടുത്ത് ഞങ്ങൾ വണ്ടിയിൽ ഈസ്റ്റ് ബോട്ടിലോട്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടതിന് ശേഷം എവിടെന്നെങ്കിലും കാണാമെന്നുള്ള ഐഡിയയിലാണ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ചത്. സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷം എല്ലാ വർഷവും നടത്തുന്നതാണ്. എന്നാൽ നമ്മുടെ വയനാട് ദുരന്തം കാരണം 2 വർഷം ഇല്ലായിരുന്നു. ആ 2 വർഷത്തിന് ശേഷം ഇപ്രാവശ്യം നടത്തുന്ന ഈ ഓണാഘോഷത്തിന് നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ജനസമൂഹം തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും മുംബൈയിൽ നിന്ന് ഓണത്തിന് കടയിൽ കച്ചവടത്തിന് വന്നതിന് പുറമെ എനിക്ക് നാട്ടിലെ ഓണാഘോഷം കാണണം, കൂടണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. 2 വർഷമായിട്ട് സഫ്നാക്ക് ഓണം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഫാമിലിയായിട്ട് വരാൻ കൂട്ടാക്കിയത് തന്നെ ഈ ഓണം കാണാൻ വേണ്ടിയിട്ടാണ്. ഓണാഘോഷം നമ്മളെ വാരാഘോഷത്തിൻ്റെ ലാസ്റ്റ് ഡേ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ ഞങ്ങളെത്തി. ശരിക്കും ഞാൻ വിചാരിച്ച് ഈ ഫ്ലോട്ടുകളൊന്നും കാണാൻ പറ്റില്ല, ഘോഷയാത്ര കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചത്. എന്നാൽ ഭാഗ്യത്തിന് ഏകദേശം ഒരു 10-20 ഫ്ലോട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ബാക്കിയുള്ളതെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ടോട്ടൽ 60ഓളം ഫ്ലോട്ടുകളുണ്ടാകും. കൂടാതെ 90-ലധികം ദൃശ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് നിറവേകും. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിചേരും. കൂടാതെ പൂക്കാവടി, ഓണപ്പൊട്ടൻ, സിംഗാരമേളം, ചെണ്ടമേളം, ആഫ്രിക്കൻ ബാൻഡ്, കിവി ഡാൻസ്, മുയൽ ഡാൻസ്, ഗൊപ്പിയാള നൃത്തം, അലാമിക്കളി, മുറം ഡാൻസ്, ഡ്രാഗൺ, തെയ്യൻ, ഫിഷ് ഡാൻസ് തുടങ്ങിയ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. കേരളീയ പൈതൃകവും സിനിമയും സാഹിത്യവും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും ആരോഗ്യശീലങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ജീവസുരക്ഷാ സന്ദേശങ്ങളും ഫ്ലോട്ടുകളുടെ വിഷയങ്ങളായി അവതരിപ്പിക്കും. രാജ്യത്തിന് മാതൃകയാകുന്ന വിവിധ തൊഴിൽ പദ്ധതികൾ സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പ് അവതരിപ്പിക്കുന്ന കണക്കെഴുതി തൊഴിൽ വകുപ്പ് എന്ന മനോഹര സർവീസ് മേഖലയിലേക്ക്